ഹായ് ഗായ്സ് ഹായ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ദുബായിൽ ഞാൻ വന്നിട്ട് നമ്മുടെ സായി സീക്രട്ട് ഏജന്റുകളെല്ലാവരും അറിഞ്ഞാണോ സായും ദുബായിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് സായി വന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു. സായിയുടെ ലൊക്കേഷനിലേക്ക് ഉള്ള ലൊക്കേഷൻ മാപ്പിൽ ഇട്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗ് ആയിക്കൂടാ. അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. നല്ല മടിയൊക്കെ ഉണ്ട് എനിക്ക്, എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ് വ്ളോഗ് എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പം ഞാനിപ്പോൾ ദുബായിയുടെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സായിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, കമാൺ. അങ്ങനെ നമ്മൾ സായിയുടെ ഹോട്ടൽ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. 4015 യെസ്. സായി ചിലപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. സായി പറഞ്ഞു വീഡിയോ എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അധികം സംസാരിക്കണത് ഹോട്ടലായതുകൊണ്ടാണ് ഗൈസ്. ഓപ്പൺ ദി ഡോർ. ഞാൻ വന്നു. ദുബായ് വ്ലോഗർ ഫേമസ്. ഒറ്റയ്ക്കിരുന്ന് പോണ. അതെ, എന്താ പരിപാടി? ഓ, ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂമിൽ സുഖിച്ച് കഴിയാണല്ലേ. വീഡിയോ കണ്ടോണ്ടിരിക്കുമായിരിക്കും. കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് അരിയണ്ണന് അരി വാങ്ങണം പാവം. അപ്പൊ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പുറത്തു പോണ്ടേ? ഷസാം ബ്രോ വരുന്നുണ്ട്. യെസ്. അപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട്, പക്ഷെ എനിക്ക് 4 മണിക്ക് ഒരു ഷൂട്ടുണ്ട്. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഡെന്റൽ ക്ലിനിക്. എൻ്റെ പല്ല് ഞാൻ റൂട്ട് കനാൽ സമയമുണ്ട്. ഞാൻ നടപ്പാത ഇവിടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഞാൻ താമസിക്കുന്ന കറാമേന്റെ തൊട്ടടുത്താണ് ആര്, സായിയുടെ ഹോട്ടൽ റാവിസ് ബുർജുമൻ. ലാഫ. അപ്പൊ ഇനി എനിക്ക് കൈവന്നെ എടുക്കണേ. നമ്മൾ ഇറങ്ങിട്ട് കാണാം. ഓക്കെ, ഞാൻ താമസിക്കുന്ന 405. ഓക്കെ, ഇതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇന്നലെ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് വിട്ടില്ലേ? ഞാൻ വന്നിട്ട് ഈ കാർഡിന്റെ മുകളില് ഒന്നും എഴുതിയിട്ടില്ല. റിസപ്ഷനിൽ ആളുമില്ല. ഞാൻ ഈ 4th ഫ്ലോറിൽ കയറിയിട്ട് 4010 കഴിഞ്ഞാന്നറിയാം. ഈ റൂം മുതൽ അങ്ങോട്ട് ഈ കാർഡ് വെച്ച് കീ അടിച്ചോട്ട് പോയി. ഏതെങ്കിലും റൂം ഓപ്പൺ ആവട്ടെ വിചാരിച്ചിട്ട്, എന്നിട്ട് ഇതിന്റെ സ്വന്തം റൂമിൽ പോയി വെച്ചപ്പോൾ ഇത് ചോപ്പ് പെട്ടു. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പോകുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് റൂമുള്ള പോപ്പ് പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഓടി. അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പുറത്തെ സൈഡിലെ റൂമുണ്ട്. ആ റൂമിൽ നിന്ന് 2 ആഫ്രിക്കൻസ് വന്നിട്ടുണ്ട്. അതിലിറങ്ങിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷ് അല്ല ആഫ്രിക്കയിലുള്ളതറിയാം. അപ്പൊ നമ്മൾ പേടിക്കേണ്ട റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഒന്നും മനസ്സിലാത്ത മാതിരി ഞാൻ തലച്ചോറിനൊക്കെ നോക്കി. ഞാൻ തിരിച്ച് അടിയിൽ പോയി ചെന്ന് എന്റെ റൂമിൽ വെച്ചു. അപ്പൊ അവര് 4015 നോട്ട് വർക്കിംഗ്. നമ്മള് ഗ്രൗണ്ട് നിൽക്കണം, എന്നാലേ ഇത് പോവുള്ളൂ താഴെ. പ്രോപ്പറായിട്ട് വെച്ചാൽ മതി. ഞാൻ തിരിച്ചു പോകുന്നിട്ട് ഞാൻ രണ്ടാമത് കയറി വന്നപ്പോ ഉറക്കം പോയ 2 സ്ത്രീകൾ ഇവിടെ പുറത്തെ കസാലയിരിക്കുന്നു. എന്തിനാ? അവരവിടെ ഇരിക്കുന്നു. ഇവര് ഇന്നെ നോക്കണം, എന്തൊക്കെയോ പെറുപുറത്ത് പറയണു. ഞാൻ പുതുതായി പോയി കിടന്നുറങ്ങി. രാവിലെ നീച്ച് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അവരതേ കസാലയിരിക്കുന്നുണ്ട്. ഡ്രസ് മാറിയില്ല, പക്ഷെ എനിക്ക് കേൾക്കാനുള്ളത് കേട്ട് അതൊന്നും മനസ്സിലായതുമില്ല. നോക്കിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനും അപ്പൊ അവര് ചീത്ത പറയാൻ തന്നെ ഇരുന്നതാ. ആഫ്രിക്കൻ തെറി. അങ്ങനെ അതുമായി നാട്ടിലെ തെറിക്ക് പറഞ്ഞപ്പോ ആഫ്രിക്കൻ തെറി. ഇവിടെ വന്നിറങ്ങിയപ്പോ മറ്റേ ഇതുണ്ടല്ലോ ക്ലിയറൻസ് എയർപോർട്ടിലെ, അവിടുന്ന് അറബി അത് കിട്ടി. അവിടുന്ന് കിട്ടി. ആഫ്രിക്കന്റെ ഈ ലേഡീസിലേക്ക് കിട്ടി. ഇനി എത്ര കിട്ടോ? ഇപ്പൊ നമ്മള് ആരോ വന്നിട്ടുണ്ടല്ലോ. ആരാണ് വന്നിരിക്കുന്നത്? കേരളത്തിലെ അതെ ഏറ്റവും വലിയ
ടെക് യൂട്യൂബറായ യൂട്യൂബർ ഇൻഫ്ലുവൻസർ അതെ ടെക് ക്രിയേറ്ററായ കോൾമി ഷസാർ യെസ് കോൾ മീ ഷസാർ ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് പുച്ച അയ്യോ നൈസാണ് പുച്ച ആൻഡ് റസ്മിൻ എന്താണെങ്കിലും ഷാസിനെ പറ്റും യൂസിങ് സാംസങ് അങ്ങനെ അതുകൊണ്ട് ഐഫോണാണ് മാത്രം മുമ്പിൽ പ്രശ്നമുള്ളൂ പക്ഷേ കുഴപ്പമില്ല ട്രോഫി ഞാൻ റസ്മി ബൈക്ക് കൈമാറുന്നു എല്ലാം നിങ്ങള് പിടിച്ചോ ഓക്കെ അപ്പൊ നമ്മളെ മച്ചാൻ അവിടെ നിക്കണ്ട് ഞങ്ങള് ഹായ് യെസ് ഞാൻ ഇന്നലെ ഹായ് ബ്രോ യെസ് അറിയാം പിന്നെ അത് ഇന്നലെ ഒരു സ്പെക്സ് ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ബാക്കി ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അത് പട്ടായ അപ്പൊ ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി വിശേഷങ്ങളൊക്കെ പറയട്ടെ അപ്പൊ പിന്നെ കാണാം ബൈ ഗൈസ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉച്ചക്കത്തെ ഫുഡ് നമ്മുടെ ബ്രോ ഭയങ്കര ബ്ലോഗിങ്ങിലാണ് ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് വിശക്കുണ്ടോ രാവിലെ പട്ടിണിയാണ് അതായത് ഉച്ചയ്ക്ക് നല്ലപോലെ അടിച്ചു കയറ്റാൻ വേണ്ടിട്ട് സ്പേസ് കാലിയാക്കില്ല നമ്മളൊരു എന്താണ് അമ്മൻ മെസ്സിലേക്കാണ് വന്നിരിക്കുന്നത് അമ്മൻ തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്രോയാണ് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്തത് ഇതിന്റെ സുബിൻ ബ്രോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ ബ്രോ ഇവര് ഫേമസ് ഫോർ ദർ മട്ടൻ ബിരിയാണി അതുപോലെ അവരുടെ ജപ്പാൻ ചിക്കൻ ഫേമസ് ആണ് പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഇവരുടെ പെപ്പർ ചിക്കൻ അതുപോലെ ഇവിടെ കുഴമ്പുണ്ട് ഇവിടെ പൊറോട്ടയുടെ കൂടെ വീശിയ പൊറോട്ട ഉണ്ട് അതിന്റെ കൂടെ കുഴമ്പ് വരും അതൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്നാലും റെഡിയല്ലേ ട്രൈ ചെയ്യാൻ റെഡിയല്ലേ മേടിക്കണം ഓക്കെ അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ് സൈക്കിൾ തിരക്കിലാണ് ഇങ്ങനെ തന്നെ ഇരിക്കണം അല്ലേ ചിക്കൻ അപ്പൊ നമ്മുടെ ഇവിടെ വൻ വ്ളോഗിങ് ആണ് ഒരു രക്ഷയില്ലാത്ത വ്ളോഗിങ് ആണ് ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാനും മേടിക്കും ഗൈസ് ഇതുപോലെ ഒരു സെൽഫി സ്റ്റാൻഡ് അല്ല ഇത് വീഡിയോ വ്ളോഗ് എടുക്കാനുള്ള സ്റ്റാൻഡ് ഞാനും മേടിക്കുന്നതായിരിക്കും ബൺ പൊറോട്ട ബിരിയാണി ഓ ഹൃദയം അതിൽ അതെ അതെ ഹൃദയത്തിലെ ചിക്കൻ മറ്റേ ആർക്കാ വിളക്കണ്ടേ ആർക്കാ എന്നെ വളക്കണ്ടേ ഇല്ല ഞാൻ അങ്ങനെ വളയണ ടൈപ്പ് ഞാൻ ഫുഡ് കഴിക്കാൻ നിങ്ങളെ കോൺസെൻട്രേഷൻ കളയില്ലേ യെസ് சொல்லுங்க தமிழ் ஓகே தான் எனக்கு பேசு நல்லாவே பேசு நல்லாவே பேசு உரப்பா நீங்க தமிழ்ல பேசுங்க ஓகே என்ன பேச வந்து நீங்க കിളി പോയി ഗൈസ് എന്നോട് തമിഴ് അയ്യോ അടിപൊളി കറിയും ചാറും എല്ലാമേ വന്നിട്ടുണ്ട് ബൺ പൊറോട്ട നമ്മള് ബൺ പൊറോട്ട എടുത്ത് 14 സിഗരറ്റ് ഓക്കെ ഗൈസ് തെലങ്കാന ഗവൺമെന്റിനും ആന്ധ്ര ഗവൺമെന്റിനും ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചു അപ്പൊ ഞങ്ങള് ബാക്കി കഴിച്ചിട്ട് വരാം അതായിരിക്കും നല്ലത് സ്പെഷ്യൽ FTFS വെച്ചിട്ടാണ്
ഗായ്സ് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ ഗ്രേവിയും ചിക്കനും ഒരു രക്ഷയില്ല, നല്ല സ്മൂത്താണ്, ഒന്നും പറയാനില്ല. അതിൻ്റെ കൂടെ ഈ മട്ടനും, ഓ മട്ടൺ ബ്രെയിൻ ഫ്രൈ. സായി പിന്നെ വന്നതിന് അറിയാലോ, കുറേ കഴിക്കും, കുറേ ഓർഡർ ആക്കും, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളി. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളി, ഹാപ്പിയാണ്, അടിപൊളി, ഒന്നും അപ്പം എല്ലാവരും അടിപൊളിയാണ്. അപ്പം ഇനി നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട്, കാണാം. അങ്ങനെ അതിസാഹസികമായിട്ട് ഞങ്ങൾ മട്ടൻ ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മീൻകറിയൊക്കെ കഴിച്ച് എരിഞ്ഞ് ഒരു വഴിയായിട്ടിരിക്കുകയാണ് ഗൈസ്. നല്ല എരിവുണ്ട്, ഒന്നും പറയാനില്ല. കുറേ നേരം ടിഷ്യൂടെ കൂമ്പാരം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, എരിഞ്ഞ് മതിയായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡെസേർട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നല്ല യെസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു വേറെ പരിപാടിയൊക്കെ ഉണ്ട്, പോവാൻ റെഡിയല്ലേ? നമ്മൾ ഇനി അതിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സംഭവം ഇവിടെ അവസാനിപ്പിക്കാം. വേണ്ട, ഇനി വേണോ? ആ, നമുക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ദുബായ് പ്രൊമോഷൻ ഞാൻ കീഴടക്കാൻ പോകും. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കണേ. യെസ്, ഏറെക്കുറെ. അപ്പൊ നമ്മള് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ഇന്നലെ ഇവിടെ തന്നെയല്ലേ ചായ കുടിച്ചത് അല്ലേ? യെസ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വന്തം ഹലോ മാൻ നിഷാൻ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിഷാൻക്കാണ് നമ്മളെ അബുദാബിയിൽ കൊണ്ടുവന്ന പ്രൊമോഷന് വേണ്ടി. ഹായ് ബ്രോ, പേരെന്താ? ഇർഷാദ് ബ്രോയും കൂടെ ഉണ്ട്. ആ, ഫുഡ് ബ്ലോഗറാണ്. ആ, ഇർഷാദ് ഫുഡി. ഓക്കെ. പിന്നെ നമ്മൾ നേരെ പ്രൊമോഷൻ സ്ഥലത്തേക്ക് പോകാം. അതിന് മുന്നേ എനിക്ക് ഡ്രസ്സ് പോലും മാറണം, അല്ലെങ്കിൽ സിനോ. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വേൾഡ് ബ്രാൻഡ്സിലെത്തിയിരിക്കുകയാണ്. ഹായ് ബ്രോ, പേരൊന്ന് പറയൂ. ഫമീൽ. അപ്പോൾ ഫമീൽ ബ്രോ ആണ് ഇതിൻ്റെ ഓവറോൾ ഇൻചാർജ്. പ്രോപ്പറായിട്ട് എന്താണ് പൊസിഷൻ? എല്ലാമാണെന്ന് നാണം വന്നു. എല്ലാമായിട്ടുള്ള ഫമീൽ ബ്രോ ആണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പോവാണ്. നമ്മൾ ക്യാപ്പൊക്കെ മാറ്റി, ഞാൻ ചെറുതായിട്ട് ക്യാപ്പും ടീഷർട്ടൊക്കെ മാറ്റി ഇവരുടെ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊമോഷൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബൈക്ക് റെഡിയല്ല? ആരും റെഡിയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് പോകാനുണ്ട്. നമ്മൾ കുറേ കഴിക്കണം അല്ലേ? അപ്പം അത്ര ഉള്ള ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഫുഡ് ഒന്നും രക്ഷയില്ല, ഫുള്ള് ഹെവി ഫുഡ്, എല്ലാം ഹെവി. ഓക്കെ. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഒരാളിവിടെ ഉറക്കം തൂങ്ങി നിൽക്കുകയാണ്. കാരണം രാത്രി ഇപ്പോൾ സമയം 12 മണിയാവാറായിട്ടുള്ളൂ. 12 മണിയായിട്ടുള്ളൂ, കറക്റ്റ് 12 മണി. ഹാപ്പി ബർത്ത്ഡേ, ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ 12 മണിയായിട്ടുണ്ട്, ക്ഷീണിച്ച് ഉറക്കം വന്ന് പാവം. അപ്പൊ നമ്മള് ഇന്ന് ഉറക്കടിച്ചു. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ സായി? അപ്പൊ അത്രയുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.